വാർത്തകൾ വിശദമായി. മല കയറിയോ 51 യുവതികൾ. ശബരിമലയിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള 51 സ്ത്രീകൾ തടസ്സങ്ങളില്ലാതെ ദർശനം നടത്തി മടങ്ങിയതായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തെത്തിയ ഇവരുടെ ഡിജിറ്റൽ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ദർശനം നടത്തിയ ബിന്ദുവിനും കനകദുർഗയ്ക്കും മുഴുവൻ സമയ പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ട് കോടതി ഹർജി തീർപ്പാക്കി. ഭീഷണിയുള്ളതിനാൽ മുഴുവൻ സമയ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കനകദുർഗയും ബിന്ദുവും നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു നാടകീയ നീക്കങ്ങൾ. നിലവിൽ നൽകുന്ന സുരക്ഷയെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടാണ് 51 യുവതികൾ പ്രശ്നങ്ങളില്ലാതെ ശബരിമല സന്ദർശിച്ചതായി സർക്കാർ അഭിഭാഷകൻ വിജയ് ഹസാരിക അറിയിച്ചത്. ദർശനം നടത്തിയവരുടെ വിശദാംശങ്ങളടങ്ങിയ പട്ടിക കോടതിക്ക് കൈമാറാനായി അഭിഭാഷകൻ കൈയിലെടുത്തു. അപ്പോഴേക്കും സർക്കാർ പറയുന്നത് കള്ളമാണെന്ന് വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ആരോപിച്ചു. സർക്കാർ പട്ടിക പരിശോധിക്കാനോ കള്ളമാണെന്ന മറുവാദത്തോട് പ്രതികരിക്കാനോ ചീഫ് ജസ്റ്റിസ് തയ്യാറായില്ല. നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യം കോടതിക്കുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കോടതിയിൽ സർക്കാർ പറഞ്ഞത് പിന്നീട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്ഥിരീകരിച്ചു. ഏതാണ്ട് 7564 പേര് 10നും 50നും മധ്യേ പ്രായമുള്ളവരാണ്. അതവരുടെ ആധാർ കാർഡിലൂടെയാണ് രജിസ്ട്രേഷൻ സമയത്ത് വ്യക്തമാകുന്നത്. അതിലാണ് 51 പേര് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കടന്നുപോയതായിട്ട് മനസ്സിലാക്കുന്നത്. കോടതിക്ക് സമർപ്പിക്കാൻ ഡിജിപി തയ്യാറാക്കിയ കുറിപ്പിൽ യുവതികളുടെ സന്ദർശനത്തെപ്പറ്റി വിശദമായി പറയുന്നു. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തെത്തിയവരുടെ ഡിജിറ്റൽ സ്കാൻ രേഖകൾ പ്രകാരം 10നും 50നും ഇടയിൽ പ്രായമുള്ള 51 സ്ത്രീകൾ പ്രശ്നങ്ങളില്ലാതെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് കുറിപ്പിൽ. അതേസമയം ബിന്ദുവിനും കനകദുർഗയ്ക്കും മുഴുവൻ സമയ സുരക്ഷ നൽകാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി കോടതി ഇവരുടെ ഹർജി തീർപ്പാക്കി. വിധിയെ ബിന്ദു സ്വാഗതം ചെയ്തു. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന്റെ യാഥാർത്ഥ്യം സുപ്രീം കോടതിക്ക് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വിധിയെന്ന് ഞാൻ കരുതുന്നു. യുവതീ പ്രവേശന വിധി തടസ്സങ്ങളില്ലാതെ നടപ്പാക്കാൻ ശ്രമിച്ചുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് 51 പേരുടെ പട്ടികയിലൂടെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. എന്നാൽ എത്ര പേർ കയറിയെന്നത് കോടതിക്ക് വിഷയമല്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. പട്ടിക ഏതെങ്കിലും തരത്തിൽ പുനഃപരിശോധനാ ഹർജിയിലെ നടപടികളെ സ്വാധീനിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ഡിജിറ്റൽ ക്യൂവിലെ സ്കാനിംഗ് രേഖകൾ പ്രകാരം ശബരിമലയിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള 51 സ്ത്രീകൾ ദർശനം നടത്തിയെന്നാണ് സർക്കാർ വാദം. എന്നാൽ സർക്കാർ പട്ടികയിലുള്ള സ്ത്രീകൾ പലരും തങ്ങൾക്ക് 50 വയസ്സ് കഴിഞ്ഞതായി പറയുന്നു. ദർശനത്തിനായി ഓൺലൈൻ രജിസ്റ്റർ ചെയ്തപ്പോൾ ജനനത്തീയതി രേഖപ്പെടുത്തിയതിൽ തെറ്റുപറ്റിയതാണെന്ന് ചിലർ വിശദീകരിക്കുന്നു. ഗ്രൂപ്പ് ബുക്കിംഗ് നടത്തിയ ഒരു പുരുഷന്റെ പേരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതായി അറിയിക്കാനൊരുങ്ങുകയാണ് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന കക്ഷികൾ. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് ദർശനത്തിനെത്തിയ 51 സ്ത്രീകളുടെ ആധാർ അടക്കമുള്ള രേഖകൾ സ്കാൻ ചെയ്ത് കിട്ടിയ വിവരപ്രകാരമാണ് സർക്കാരിന്റെ പട്ടിക. പേര്, വയസ്സ്, വിലാസം, ഇവർക്കനുവദിച്ച PNR, മൊബൈൽ നമ്പർ, രേഖയുടെ നമ്പർ എന്നിവയൊക്കെ പട്ടികയിലുണ്ട്. പട്ടിക പ്രകാരം ആന്ധ്ര സ്വദേശിനി കെ സുലോചനയ്ക്ക് വയസ്സ് 49. ന്യൂസ് 18 ബന്ധപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് വയസ്സ് 51, മകൻ 48 വയസ്സ് രേഖപ്പെടുത്തിയ ട്രിച്ചിയിൽ നിന്നുള്ള പട്ടു മഹാമണിയുടെ സംഘത്തിൽ പോയവർ പറയുന്നത് 55-ൽ കുറഞ്ഞ ഒരാളും ഇവർക്കൊപ്പം മല കയറിയിട്ടില്ലെന്നാണ്. മറ്റു ചിലരുടെ പ്രതികരണം ഇങ്ങനെ: ഏജ് ഓഫ് അൽവരപ്പു രത്നകുമാരി വാസ് 53+. പട്ടികയിൽ പേരുള്ള ചില നമ്പറുകളിൽ വിളിച്ചപ്പോൾ ഇക്കുറി ശബരിമലയിൽ പോയില്ലെന്ന മറുപടിയും ലഭിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്ന് 20 യുവതികൾ, തെലങ്കാനയിൽ നിന്ന് 3, തമിഴ്നാട് 25, കർണാടക, ഗോവ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തർ എന്നിങ്ങനെയാണ് സർക്കാർ നൽകിയ കണക്ക്. ദർശനം നടത്തിയത് ഓൺലൈൻ വഴിയല്ലാത്തതിനാൽ കനകദുർഗ, ബിന്ദു, ശ്രീലങ്കൻ സ്വദേശിനി എന്നിവരുടെ പേരുകൾ പട്ടികയിലില്ല. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. 51 സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചില്ലെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. 2 പേർ കയറിയപ്പോൾ ദേവസ്വം ബോർഡിന് മുന്നേ സ്ഥിരീകരിച്ചയാളാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ എന്തിന് സീസൺ കഴിയാൻ കാത്തുനിന്നുവെന്നും ബെന്നി ബെഹനാൻ കോഴിക്കോട്ട് ചോദിച്ചു. രണ്ട് പേർ കയറിയപ്പോൾ ദേവസ്വം ബോർഡ് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് സ്ഥിരീകരിച്ച വ്യക്തിയാണ്.
അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് സ്ഥിരീകരിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി. അങ്ങനെയെങ്കിൽ ഈ 51 പേർ കയറിയപ്പോൾ ഏത് ദിവസം കയറി? എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ സ്വാഭാവികം പോലീസ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് മറച്ചുവെച്ചു? ശബരിമലയെ തകർക്കാനാണ് 51 പേരുടെ കള്ളക്കണക്ക് സർക്കാർ കോടതിയിൽ നൽകിയതെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ്. പുനഃപരിശോധനാ ഹർജിയിൽ അനുകൂല വിധി സമ്പാദിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. നവോത്ഥാനം നടപ്പാക്കിയെന്ന് പ്രഖ്യാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 51 പേരെക്കുറിച്ചുള്ള ആധികാരികമായ രേഖകൾ പുറത്തുവിടണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. ശബരിമലയെ തകർക്കുക, ശബരിമലയുടെ പ്രാധാന്യം കുറയ്ക്കുക, സുപ്രീം കോടതിയിൽ വരാനിരിക്കുന്ന റിവ്യൂ ഹർജിയിൽ വീണ്ടും യുവതി പ്രവേശനത്തിന് അനുകൂലമായ വിധി സമ്പാദിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ് പിണറായി വിജയന്റേതെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിണറായി സർക്കാരിന്റേത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് സർക്കാർ തന്നെ കളിക്കുന്ന നാടകങ്ങളാണ് ശബരിമലയിൽ നടന്നത്. യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിനോട് തന്ത്രി കൂടുതൽ ദിവസം ആവശ്യപ്പെട്ടു. തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് സമയം ആവശ്യപ്പെട്ടത്. ആവശ്യം പരിഗണിക്കുമെന്ന് ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാർ പറഞ്ഞു. മകരവിളക്കുമായി ബന്ധപ്പെട്ട് 20-ാം തീയതിയാണ് നട അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്ത്രി സ്വാഭാവികമായും നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിക്കുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല നടവരവിൽ 122.65 കോടിയുടെ കുറവ്. കഴിഞ്ഞ വർഷം 273 കോടി രൂപ വരുമാനം ലഭിച്ച സ്ഥാനത്താണ് ഈ വർഷം 150.44 കോടി രൂപ മാത്രം ലഭിച്ചത്. മകരവിളക്ക് കാലത്ത് മാത്രം ശബരിമല നടവരവിൽ 36.7 കോടി രൂപയുടെ കുറവുണ്ടായി. മണ്ഡലകാലത്ത് 85.95 കോടിയുടെ കുറവുണ്ടായിരുന്നു. മകരവിളക്ക് ദിവസത്തെ വരവിൽ മാത്രം 67 ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായത്. സംഭാവന, മാളികപ്പുറത്തെ വരുമാനം, ബുക്ക് സ്റ്റാൾ, പഞ്ചാമൃതം എന്നീ ഇനങ്ങളിൽ മാത്രമാണ് മുൻവർഷത്തേക്കാൾ നേരിയ വരുമാന വർധനവ് ഉണ്ടായിട്ടുള്ളത്. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബിജെപി സമരം ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കുന്നു. അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ബിജെപി ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് സമരം അവസാനിപ്പിക്കാനാണ് നീക്കം. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് മുൻനിര നേതാക്കളില്ലെന്ന വിമർശനങ്ങൾക്കിടെ പി കെ കൃഷ്ണദാസ് നിരാഹാര സമരം ഏറ്റെടുത്തു. ശബരിമലയിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയ ബിജെപിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ഉടൻ അവസാനിപ്പിക്കാനാണ് നീക്കം. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ആരംഭിച്ചത്. നടയടയ്ക്കുന്നതോടെ ഈ ആവശ്യങ്ങൾ താൽക്കാലികമായെങ്കിലും അപ്രസക്തമായി. സമരം അനിശ്ചിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് ബിജെപി ജില്ലാ ഘടകവും അറിയിച്ചു. ഇതോടെയാണ് ലക്ഷ്യം കാണാതെ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. എന്നാൽ സമരത്തിന്റെ അലയൊലികൾ ദേശീയതലത്തിലെത്തിക്കാനായെന്നും വിവേകമുള്ളവർ സമരം പരാജയമെന്ന് പറയില്ലെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. സംഘടനാ ദൃഷ്ടിയിൽ, പൊതുജന ദൃഷ്ടിയിൽ സത്യത്തെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവരുടെ അളവുകോല് വെച്ച് പരിശോധിക്കുമ്പോൾ പൂർണ്ണമായ വിജയമാണ്. മറിച്ചുള്ള പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. RSSുമായുള്ള അസ്വാരസ്യങ്ങളും തിരിച്ചടിയായി. ശബരിമല കർമ്മസമിതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിയാലോചിച്ചാകും മുന്നോട്ടുള്ള പ്രതിഷേധങ്ങൾ. ആദ്യഘട്ടത്തിൽ മാത്രമാണ് മുൻനിര നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകിയത്. ഭിന്നതകൾ സമരത്തിന്റെ വീര്യം ചോർത്തിയെന്ന വിമർശനങ്ങൾക്കിടെ പി കെ കൃഷ്ണദാസ് നിരാഹാര സമരം ഏറ്റെടുത്തു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വലിയ ജനപിന്തുണ ലഭിച്ചിട്ട് പോലും സമരം വിജയിപ്പിക്കാനായില്ലെന്ന വിമർശനത്തിന് ബിജെപി മറുപടി നൽകേണ്ടിവരും. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് സംഘർഷം അയയുന്നു. പള്ളിയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ തയ്യാറാണെന്ന് യാക്കോബായ വിഭാഗം കളക്ടറെ അറിയിച്ചു. സംഘർഷത്തെ തുടർന്ന് തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുമായി കലക്ടർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമവായ സാധ്യത തെളിഞ്ഞത്. തർക്കം നിലനിൽക്കുന്ന പള്ളിയിൽ നിന്ന് ഇരുവിഭാഗങ്ങളോടും പിൻവാങ്ങാൻ കലക്ടർ കർശനമായി ആവശ്യപ്പെട്ടു. ചർച്ചയിൽ പങ്കെടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ഈ നിലപാട് സ്വീകരിച്ചു. ഇതോടെ പ്രശ്നപരിഹാരത്തിന് ഇരുകൂട്ടരും തയ്യാറാവുകയായിരുന്നു. തുടർന്ന് പള്ളിയിൽ സംഘടിച്ചിരുന്ന യാക്കോബായ വിശ്വാസികൾ പള്ളി പൂട്ടി മടങ്ങി. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ ഓർത്തഡോക്സ് ഭദ്രാസനാധിപനെ 1-ാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. വധശ്രമം, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകളും ഭദ്രാസനാധിപനെതിരെ ചുമത്തിയിട്ടുണ്ട്. 120 പേരെയും പ്രതി ചേർത്തു. 11 വൈദികർ ഉൾപ്പെടെ 30 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ അറിവോടെയാണ് പള്ളിയിൽ പ്രവേശിച്ചതെന്ന് ഭദ്രാസനാധിപൻ ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച്
സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ഹരീഷ് ചന്ദ്രയുടെ ഭാഗത്തുനിന്നുണ്ടായ നിർദ്ദേശം, നിങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ തടയും, അതനുസരിച്ച് നിങ്ങൾക്ക് കോടതിയിൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം എന്നാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയും അവിടെ ഒരു ദിവസം ഇരിക്കുകയും ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഉണ്ടായില്ല. ഇന്നലെ അർദ്ധരാത്രിയാണ് മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. സംഘർഷത്തിൽ ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 തൃശൂർ. യാക്കോബായ വിഭാഗവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്ന് കളക്ടർ TV അനുപമ പറഞ്ഞു. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് അറേഞ്ച്മെന്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ജാക്കോബൈറ്റ് നാളെ ഉച്ചവരെ 2 മണി വരെ നമുക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. മറ്റു വിഭാഗവും അത് സമ്മതിച്ചിട്ടുണ്ട്. കുറിഞ്ഞി പള്ളി തർക്കം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കിയത് തങ്ങളുടെ അറിവോടെയല്ലെന്ന് ഓർത്തഡോക്സ് സഭ സുപ്രീംകോടതിയിൽ. സമവായമല്ല തങ്ങൾക്ക് വേണ്ടത്, വിധി നടപ്പാക്കണം. കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഓർത്തഡോക്സ് സഭ നിലപാട് അറിയിച്ചത്. ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി 4 ആഴ്ചത്തേക്ക് മാറ്റി. വൈദികർക്കും സന്യസ്തർക്കും അച്ചടക്ക നടപടികൾ കർശനമാക്കണമെന്ന് സീറോ മലബാർ സഭ സിനഡ്. സഭയിൽ ചില വൈദികരും സന്യസ്തരും അച്ചടക്കത്തിന് സർവ്വസീമകളും ലംഘിച്ചതായി സിനഡിൽ വിമർശനമുയർന്നു. മാധ്യമങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും വൈദികരും സന്യസ്തരും മുൻകൂർ അനുമതി വാങ്ങണം. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് പൊതുസമരത്തിന് ഇറങ്ങി പുറപ്പെടുന്ന വൈദികരും സന്യസ്തരും ഇത് സംബന്ധിച്ച കാനോനിക നിയമങ്ങൾ പാലിക്കണം. പലരും സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെ കയ്യിലെത്തിയെന്നും സിനഡ് വിമർശിച്ചു. അച്ചടക്ക നടപടി നേരിടുന്നവരിൽ നിന്ന് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. സിനഡ് തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സർക്കുലറായി ഈ ഞായറാഴ്ച സഭയുടെ കീഴിലുള്ള പള്ളികളിൽ വായിക്കും. ചാനൽ ചർച്ചകളിലും അഭിമുഖങ്ങളിലും പങ്കെടുക്കുന്നതിന് ഇനി മുതൽ സഭാകേന്ദ്രങ്ങളിൽ നിന്ന് അനുമതി തേടേണ്ടി വരും. സഭയുടെ വസ്തുവകകൾ സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് പറയുന്ന സംഘടനകളെയും സഭയുടെ സുതാര്യതയ്ക്കെന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയും സിനഡ് തള്ളിക്കളഞ്ഞു. സഭയ്ക്കെതിരെ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടികളെടുക്കാനും തീരുമാനിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതോടെ വസ്തുതകളുടെ നിജസ്ഥിതി വിശ്വാസികൾക്ക് ബോധ്യമാകുമെന്നും സിനഡ് വ്യക്തമാക്കി. അതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും പരസ്യ പ്രസ്താവനകളിൽ ഏർപ്പെടരുതെന്നും സിനഡ് അഭ്യർത്ഥിക്കുന്നു. വൈദികർക്കും സന്യസ്തർക്കുമെതിരെ അച്ചടക്കത്തിന്റെ മാർഗരേഖ സിനഡ് തീരുമാനിക്കുമ്പോൾ ഇവർ ഉയർത്തിയ പ്രശ്നങ്ങളും വിശ്വാസികളിൽ ഒരു വിഭാഗം ഉയർത്തിയ പ്രതിഷേധവും അതെന്തെന്ന് സിനഡ് ചർച്ച ചെയ്തു പോലുമില്ല എന്നാണ് സിനഡിന്റെ തീരുമാനങ്ങൾ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, ന്യൂസ് 18. വാർത്തകൾ തുടരുന്നു. ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ നിലപാടിലുറച്ച് സമരസമിതിയും സർക്കാരും. ഖനനം അവസാനിപ്പിക്കാതെ സമരം നിർത്തില്ലെന്ന് സമരസമിതി. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തെന്നും സമരസമിതിയുടെ നിലപാട് ദൌർഭാഗ്യകരമെന്നും വ്യവസായ മന്ത്രി EP ജയരാജൻ പറഞ്ഞു. സമരം തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ സമവായ ശ്രമങ്ങൾ തള്ളി സമരം തുടരാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഖനനം അവസാനിപ്പിക്കാതെ ഒത്തുതീർപ്പിനില്ലെന്നും സമരക്കാർ നിലപാടെടുക്കുന്നു. ഖനനം നിർത്തിവെക്കാനാകില്ലെന്ന് സർക്കാരും ആവർത്തിക്കുന്നു. ഖനനം നിർത്തിയാൽ IREയുടെയും KMMLന്റെയും പ്രവർത്തനം സ്തംഭിക്കും. സർക്കാരിന് ഏറ്റവും അധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു സമവായത്തിനും സർക്കാർ തയ്യാറാകില്ലെന്ന് ഉറപ്പ്. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഈ സമരം തുടങ്ങുന്നതിന് എന്താണ് അടിസ്ഥാനം? നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത് സീ വാഷിംഗ് ആ സീ വാഷിംഗ് നിർത്തി. സർക്കാർ പിടിവാശി തുടരുന്ന സാഹചര്യത്തിൽ സമരത്തിന്റെ അടുത്തപടി ആലോചിക്കാൻ സമരസമിതി ഉടൻ യോഗം ചേരും. സമരസമിതി ആ കാര്യം ഇന്ന് കൂടി ആലോചിക്കും. ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം സമരസമിതി ഇന്ന് കൂടി ആലോചിക്കും. വിഷയം വഷളാക്കിയത് സർക്കാരാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സമരത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നും വരും ദിവസങ്ങളിൽ സമരത്തിന്റെ ശക്തി കുറയുമെന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മന്ത്രി EP ജയരാജൻ ആലപ്പാട് സന്ദർശിക്കും. ചർച്ചയ്ക്കുള്ള വാതിലുകൾ സർക്കാർ പൂർണ്ണമായും അടയ്ക്കുന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാട് ഖനനം പൂർണ്ണമായും നിർത്തേണ്ടതില്ലെന്ന് CPM. ഖനനം നിർത്തിയാൽ IREL പൂട്ടേണ്ട അവസ്ഥയുണ്ടാകും. അതേസമയം പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണം. സമരം അവസാനിപ്പിക്കാൻ തുടർ ചർച്ചകൾ നടത്തണമെന്നും CPM സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചു. ആലപ്പാട് ഖനനത്തിൽ സർക്കാർ നിലപാട് ആവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സമരം ന്യായമാണെങ്കിലും ഖനനം നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാകില്ലെന്ന് കാനം പറഞ്ഞു. ഇക്കാര്യത്തിൽ നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. VSന്റെ അഭിപ്രായം ആ പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം അല്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും കാനം കോഴിക്കോട്ട് പറഞ്ഞു. എല്ലാ സമരക്കാരുടെ ആവശ്യങ്ങളും ഇപ്പോൾ സർക്കാർ അംഗീകരിക്കണമെന്നുണ്ട്. ജനങ്ങൾക്ക്
ഉള്ള ആശങ്ക അകറ്റാൻ അത് പരിശോധിക്കാം. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് ആ പാർട്ടിയുടെ ഭൂരിപക്ഷ അഭിപ്രായമല്ല എന്നുള്ളതായിരിക്കും അത് അംഗീകരിക്കാത്തത്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രൻ വീണ്ടും ജനവിധി തേടും. RSP സംസ്ഥാന സെക്രട്ടറി AA അസീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലം സീറ്റിന്റെ കാര്യത്തിൽ UDFൽ ഭിന്നാഭിപ്രായമില്ല. ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും അസീസ് കൊല്ലത്ത് പറഞ്ഞു. കൊല്ലം പാർലമെന്റ് മണ്ഡലം RSPയുടേതാണ്. RSPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. RSPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കും. ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന് കാണും, സ്ഥാനാർത്ഥി കാണും, തീർച്ചയായിട്ടും. അല്ല പ്രേമേന്ദ്രനെ ഒറ്റയ്ക്കല്ല പ്രതിരോധിക്കേണ്ടി വന്നത്. ഞങ്ങളെല്ലാം ഉണ്ട്, UDF ആയിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും പ്രേമേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നു. പ്രേമേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം. രാമക്ഷേത്ര നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് RSS. അയോധ്യയിലെ ക്ഷേത്രം 2025 പൂർത്തിയാകുമായിരിക്കുമെന്നായിരുന്നു RSS ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷിയുടെ വിമർശനം. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്താൻ 150 വർഷമെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് ഭയ്യാജി ജോഷി പറഞ്ഞു. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പേരിൽ RSS മേധാവി മോഹൻ ഭാഗവതും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ വിഷയത്തിൽ RSSന്റെ അതൃപ്തി പൂർണ്ണമായും വ്യക്തമാക്കുന്നതായിരുന്നു ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷിയുടെ വാക്കുകൾ. അയോധ്യയിലെ 2025 ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകും. അതിനു പക്ഷേ 150 വർഷം കൂടി എടുക്കുമെന്നും ഭയ്യാജി ജോഷി പരിഹസിച്ചു. 2025 में राम जन्मभूमि के ऊपर श्रेष्ठ राम मंदिर बनने के बाद फिर दिशा को और गति प्राप्त करेगा. अयोध्या के मंदिर निर्माण के बाद फिर एक बार देश अगले 150 वर्षों के लिए पूंजी प्राप्त करेगा और आगे बढ़ने वाला देश बनेगा. ഇന്ത്യ ലോകത്തെ ഏറ്റവും വളരുന്ന സാമ്പത്തിക ശക്തിയായി എന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങൾക്കിടെയാണ് ഭയ്യാജി ജോഷിയുടെ വിമർശനം. നിലപാട് വിവാദമായതോടെ 2025 രാമക്ഷേത്രം പൂർത്തിയാക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 25 तारीख की शुरू थोड़ी करने की बात की है. आज शुरू होगा तो 5 वर्ष में बनेगा. അതിർത്തിയിൽ യുദ്ധമില്ലാത്തപ്പോഴും സൈനികർ കൊല്ലപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് RSS മേധാവി മോഹൻ ഭഗവതും കുറ്റപ്പെടുത്തി. यहाँ पर युद्ध नहीं तो भी शहीदियां होती है. इसका कारण है कि हम अपना काम ठीक नहीं करते. अब उसको भी ठीक करना है और देश को बड़ा बनाना है तो देश के लिए जीना भी सीखना पड़ेगा. രാമക്ഷേത്ര നിർമ്മാണം മുഖ്യ പ്രചരണായുധമാക്കാൻ BJP ഒരുങ്ങുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന RSS നിലപാട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രളയാനന്തരം പ്രളയത്തെ ഒറ്റക്കെട്ടായി നേരിട്ടെങ്കിലും പുനരധിവാസ കാര്യത്തിൽ കരകയറാതെ കേരളം. വീട് പൂർണ്ണമായി തകർന്നില്ല എന്ന ഒറ്റ കാരണത്താൽ സർക്കാർ ധനസഹായം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് തൃശൂർ ആറാട്ടുപുഴയിൽ ഹൃദ്രോഗിയായ വീട്ടമ്മ. ഞാനൊരു വയ്യാത്താളാണ്. എന്റെ മോന്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, ജീവിച്ചു പോകുന്നത്. അതും അവന്റെ ജോലി കുറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയതും എല്ലാം കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ക്യാമ്പിൽ തന്നെ താമസിക്കുന്നത്. വീണ അതിൽ വീട്ട് അല്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, 3 അതിൽ കിടക്കും. പ്രളയത്തിൽ കരുവന്നൂർ പുഴ വഴിമാറി ഒഴുകിയതോടെയാണ് രമയ്ക്ക് കിടപ്പാടം നഷ്ടമായത്. തുടർന്ന് താമസിക്കാനാകാത്ത വിധം മേൽക്കൂരയും ചുമരുകളും തകർന്നു. ബാക്കിയായവ ഏത് നിമിഷവും നിലം പൊത്താം. എന്നാൽ അപേക്ഷ നൽകിയിട്ടും വീട് തകർന്നവരുടെ പട്ടികയിൽ രമയില്ല. വീട് പൂർണ്ണമായി നിലം പൊത്തിയാൽ മാത്രമേ ധനസഹായം നൽകൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി രമ പറയുന്നു. അവസ്ഥ എല്ലാവരും അന്ന് കണ്ടുപോയതാ. സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം സാർമാര് കണ്ടുപോയതാണ്. ഇനി ഞാനിപ്പോഴും ക്യാമ്പിൽ തന്നെ കിടക്കണമെന്ന്. മകന്റെ ഏക വരുമാനത്തിലാണ് ഹൃദ്രോഗിയായ രമയും ഭർത്താവും ജീവിക്കുന്നത്. രോഗിയായ ഭർത്താവിനും ജോലിക്ക് പോകാനാവില്ല. TV മെക്കാനിക്കായ മകന്റെ പണിയായുധങ്ങളും പ്രളയത്തിൽ നഷ്ടപ്പെട്ടു. ആറാട്ടുപുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന രമ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ്. അതിജീവനത്തിനുള്ള അവസാനത്തെ വാതിലും അടഞ്ഞ് ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഈ കുടുംബത്തിന്. അർഹതയുണ്ടായിട്ടും നൂലാമാലകളിൽ കുടുങ്ങി സർക്കാർ സഹായം ലഭിക്കാതെ പോകുന്ന നിരവധി പേരിൽ ഒരാളാണ് രമ. ക്യാമറാമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. സന്നിധാനത്ത് പ്ലാസ്റ്റിക്കിന് നിരോധനമുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞവയാണ് ഇരുമുടിക്കെട്ടിലെ പൂജാസാധനങ്ങളിലേറെയും. പ്ലാസ്റ്റിക് കുപ്പികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല.
ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് പാടില്ല നിർദ്ദേശം എല്ലാ വർഷവും ആവർത്തിച്ച് നൽകാറുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ഇരുമുടിക്കെട്ടുകൾ തുറന്നാലും അവസ്ഥ ഇതുതന്നെയാണ്. പ്ലാസ്റ്റിക്കിന്റെ അയ്യരുകളിയാണ്. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെയും കുപ്പിവെള്ളമടക്കം പ്ലാസ്റ്റിക് കച്ചവടം നിരോധിച്ചതിന്റെയും നേട്ടം വലുതാണ്. ഇനി മാറ്റമുണ്ടാവേണ്ടത് ഇരുമുടിക്കെട്ടിലെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ പൂജാ സാധനങ്ങളിലാണ്. സിന്തറ്റിക് എസൻസ് അടക്കം വിചിത്രമായ പല വസ്തുക്കളും ചിലർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരാറുണ്ട്. തീർത്ഥാടകർ വിരിവെക്കുന്ന സ്ഥലങ്ങളിലേക്കും നടപ്പാതകളിലേക്കുമാണ് പലരും ഈ ഗ്ലാസ് നിർമ്മിത കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത്. അവല്, മലര, കൽക്കണ്ട, മുന്തിരി, തേന തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി എന്താ വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് വിമുക്തമാക്കിയിട്ട് തന്നെ വേണം അയ്യപ്പനെ സമർപ്പിക്കാൻ. കാരണം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രൂപത്തിലായിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ചെയ്യേണ്ടത്. നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ഇരുമുടിക്കെട്ടിലെ വസ്തുക്കൾ സംതൃപ്തമായി സൂക്ഷിക്കേണ്ട അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുവോളം വലിയ ആചാരലംഘനം വേറെ ഉണ്ടാവില്ല. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ നിതിനൊപ്പം ആർ കിരൺ ബാബു, ന്യൂസ് 18. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ നാളെ ഇടുക്കി അടിമാലിയിൽ നടക്കും. മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്യും. പ്രത്യേകിച്ച് വൻകിട കമ്പനികൾ കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുക. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഒരു സഹകരണവും പിന്തുണയും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ കൺവെൻഷന്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഹോട്ട്സ്പോട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. ജോയ്സ് ജോർജ് MP, S രാജേന്ദ്രൻ MLA എന്നിവരും കൺവെൻഷനിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KV രാജൻ, പ്രവീൺ മോഹൻ, PS സിബി എന്നിവരും പങ്കെടുത്തു.